ഈ കാണുന്നത് ചാരിക്കണ കസാലല്ലേ, ഇത് ഞാൻ കണ്ടല്ലോ. നിങ്ങള് കണ്ടിട്ടുണ്ടാവും. എന്നാലേ ഇതൊന്നും വാങ്ങി വന്നാണ് ഞാൻ. ലൈഫിൽ എന്തെങ്കിലും ആവണം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കിയോളി, അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് പോയി കണ്ടോണ്ട്. ഇത് ഞാൻ വാങ്ങണത് സെക്കൻഡ് ഹാൻഡ് ആണ്. ഈ തോത്തിണ്ടാക്കണത് ഇതിന് എത്ര റേറ്റ് ഉണ്ടാവും നിങ്ങൾ പറയട്ടോ. ഞാൻ വെറും 4000 റുപ്യക്കാണ് വാങ്ങിയത്. ഇവനാണ് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് തന്നെ. ഡ്രീമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രീമിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടാം. പക്ഷെ ടൈം എടുക്കും പറഞ്ഞിട്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ നമ്മൾ ടൈം എടുക്കാതെ എങ്ങനെയും ചിലപ്പോൾ നടത്തേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എങ്ങനെയും നടത്തുക. അപ്പം ഡ്രീം ഈസ് ട്രൂ എന്നൊക്കെ പറയില്ലേ. സെക്കൻഡ് ഹാൻഡ് എടുത്താലെത്താ പെരെ കൊണ്ടുപോകുമ്പോൾ പുതിയ സാധനം മാറിയാവട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ബൈക്കിന് അങ്ങോട്ട് പോയപ്പോൾ ഓട്ടോറിക്ഷയിൽ പോകണം. കാരണം ഈ ചെയർ കൊണ്ടുകൊണ്ടാണ്ട് ചെയർ നമ്മൾ ബാക്കിൽ കയറ്റാൻ വേണ്ടി സീറ്റ് മടിക്കാണ്ട് ബാക്കിൽ കയറ്റി കയറുകൊണ്ട് നല്ല കെട്ടി മുറുക്കിട്ടോ. ഈ കാക്കയാണ് സർഫദ്ദീൻ കാക്കട്ടോ. മൂപ്പറിനോട് ചെത്ത പണി വെച്ച് ഞാൻ അങ്ങനെ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ പൈസ ഉണ്ടാക്കണമെങ്കിൽ ഈ ഗൾഫിൽ തന്നെ പോകണം. എന്തെങ്കിലും പേരെടുക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അവിടുത്തെ പൈസ തന്നെ വേണം. ഇവിടുത്തെ പൈസനോട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നല്ലേ. നിങ്ങളൊന്ന് ആലോചിക്കുകയാണെ. അങ്ങനെ ഉണ്ട്. എന്നോട് വേറെ കാര്യങ്ങൾ വെച്ചാൽ എത്രാമത്തെ മകൻ അയച്ചു, രണ്ടാമത്തെ മകൻ അയച്ചു, ആണുങ്ങളിൽ മൂത്തച്ചാണ് വെച്ചാൽ 6 പെരെടുക്കേണ്ടിയല്ലോ പറഞ്ഞു. അപ്പൊ ടെൻഷനായി. ഇയാളെ ക്യാരക്ടർ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഈ കസാരം കൊണ്ട് എന്റെ വീട്ടിൽ കയറ്റി ഇറക്കുന്നതാ ഒരു ഓട്ടോറിക്ഷക്കാർ എനിക്ക് തരെ ചെയ്യുന്നു. ഈ കാണുന്നതാണ് സനാർ. അപ്പൊ ചെയറുമായിട്ട് കാര്യമല്ലോ, ടേബിൾ കൂടി വേണം. അപ്പൊ ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി ഓനെ ഏൽപ്പിച്ചതാണ്. ബിൽഡിങ്ങിന്റെ ഏത് പണി ഉണ്ടെങ്കിലും ഓനെ ഏൽപ്പിച്ചോണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഓന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ടേബിൾ ഉണ്ടാക്കാൻ ആകെ എനിക്ക് 1000 റുപ്യ ആയിട്ടുള്ളൂ. ഇതിന് ബ്ലാക്ക് പെയിന്റ് കൂടെ അടിച്ച റെഡിയാ.